ലിബറലിസവും ഇസ്ലാമും യോജിക്കുന്ന ഒരു പോയിന്റ് ആദ്യം പറയാം. അത് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതാണ്. ഇതൊരു ലിബറൽ വാല്യൂ ആണ് എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് ലിബറലിസം അവകാശപ്പെടുന്നത്. ഇസ്ലാമിനും സമ്മതമായ, ഇസ്ലാം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ്. പക്ഷേ ഒരു തമാശയുണ്ട്. ആ തമാശ ലിബറലുകൾക്ക് ഇത് ലിബറലിസത്തിന്റെ അടിസ്ഥാനമാണ് എന്നല്ല, ലിബറലിസത്തിൽ പോസിറ്റീവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതാണ്. പക്ഷെ ഇത് ലിബറലുകൾക്ക് ഒരിക്കലും മതം വഴിയല്ലാതെ പ്രൂവ് ചെയ്യാൻ, സ്ഥാപിക്കാൻ കഴിയില്ല. ലിബറലിസത്തിലാണെങ്കിൽ മതത്തിനൊരു പ്രസക്തിയില്ല. ലിബറലിസം നേരത്തെ ഷമീം സാഹിബ് അവതരിപ്പിച്ച യുക്തിവാദത്തിന്റെ ഒരു തുടർച്ചയാണ്. ഏറ്റവും ചുരുങ്ങിയത് വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ മതം വിശ്വസിക്കാതിരിക്കുകയോ, അത് യുക്തിവാദം വ്യക്തി ജീവിതത്തിലെ മതത്തിനും എതിരാണ്. ലിബറലിസം വ്യക്തി ജീവിതത്തിലെ മതത്തെ അവർ ഗൗനിക്കുന്നില്ല. നിങ്ങൾക്ക് ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മനുഷ്യന്റെ ബാക്കി യഥാർത്ഥ ജീവിതത്തിൽ മതം ഇടപെടരുത് എന്നതാണ്. മത റിലീജിയസ് ന്യൂട്രൽ ആയിരിക്കണം എന്നതാണ് അവരുടെ സിദ്ധാന്തം. പക്ഷെ എല്ലാ മനുഷ്യരും തുല്യരാണ് നിയമത്തിന്റെ മുമ്പിൽ, അവരുടെ അസ്തിത്വപരമായി ഒക്കെ. അതിനെ തുല്യരാകുക. അപ്പൊ മതം ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? മനുഷ്യന്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളും അതേപോലെ ശാസ്ത്രവും യുക്തിയും ഒക്കെയാണ് പിന്നെ നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അടിസ്ഥാനം. അങ്ങനെ വസ്തുനിഷ്ഠമായി എടുത്താൽ മനുഷ്യർ തുല്യരാണ് അല്ലേ? അല്ല. മനുഷ്യരിൽ ആണുണ്ട്, പെണ്ണുണ്ട്. ഇനി ആണുങ്ങളിൽ തന്നെ പെണ്ണുങ്ങളിലും പിന്നെ ബുദ്ധിശക്തി തന്നെ പലതരത്തിലുള്ളതുണ്ട്. ആ പലതരം ബുദ്ധിശക്തികൾ കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. സാമ്പത്തിക ശേഷി കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. അധികാരം, ജനസ്വാധീനം, സർഗസിദ്ധികൾ, ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇവരെങ്ങനെ തുല്യരാകുക? സയൻസിൽ തെളിയിക്കലാണല്ലോ. അപ്പൊ ഞാനും എന്നേക്കാൾ ശക്തിയുള്ള ഒരാളും തുല്യമല്ല എന്ന് വളരെ എളുപ്പത്തിലൂടെ തെളിയിക്കാൻ പറ്റും. തല്ലുണ്ടാക്കിയാൽ മതി. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അടിക്ക് ഞാൻ താഴെ വീഴും. തുല്യല്ലാന്ന് തെളിയിച്ചില്ലേ? തുല്യാണെങ്കിൽ രണ്ടാളും ഒരേ സമയം അടിച്ചു നിൽക്കണ്ടേ? അത് ഏത് കാര്യത്തിലും വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഒന്നും മനുഷ്യന് തുല്യതല്ല. പിന്നെ എങ്ങനെയാ മനുഷ്യൻ തുല്യനാകുക? മനുഷ്യൻ തുല്യരാകണമെങ്കിൽ മനുഷ്യരിൽ എല്ലാവർക്കും ഒരാത്മാവാണ്. ആത്മാക്കൾ തുല്യമാണ് എന്ന് വരണം എന്നല്ല, മനുഷ്യർ തുല്യരാണ് എന്ന ആശയം ലോകത്ത് മതങ്ങൾ പ്രചരിപ്പിച്ചതാണ്, മതങ്ങൾ സൃഷ്ടിച്ചതാണ്. ഈ കാര്യം എത്തീസ്റ്റായ പരിണാമവാദിയായ ചരിത്രകാരൻ ഇവാൻ നോവോ ഹരാരി അദ്ദേഹത്തിന്റെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ലിബറലുകളെ കളിയാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന അദ്ദേഹം ലിബറലും അല്ല, അതിനപ്പുറത്തുള്ള ഒരു എത്തീസ്റ്റാണ്. നിങ്ങൾ ഈ പറയുന്ന ആശയം ഒരു ജൂത, ക്രൈസ്തവ, ഇസ്ലാം ആശയമാണ്, സെമിറ്റിക് ആശയമാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് സ്ഥാപിക്കാൻ പറ്റില്ല. ഇത് ബുദ്ധിയുള്ള ഒരു ലിബറലിനോട് പറഞ്ഞാൽ അയാൾ ലജ്ജിക്കും. നമ്മുടെ മുമ്പിൽ അയാൾ ചൂടുകയും ചമ്മുകയും ചെയ്യും എന്ന് നോവോ ഹരാരി പറയുന്നുണ്ട്. ഇതാണ് ലിബറലിസവും ഇസ്ലാമും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. രണ്ടാമത് ലിബറലിസം എന്ന് പറയുന്നത് അതിന് 3 രൂപമുണ്ട്. അതിന്റെ പൊതുരൂപം മുതലാളിത്തമാണ്. പക്ഷെ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥക്കാണ് നമ്മൾ മുതലാളിത്തം എന്ന് പറയാറുള്ളത്. അതിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയാണ് ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ സെക്യുലർ ഡെമോക്രസി എന്ന് പറയുന്നത്. അതിന്റെ സാംസ്കാരിക വ്യവസ്ഥക്കാണ് പൊതുവെ നമ്മൾ ലിബറലിസം എന്ന് മാത്രം ആ വാക്ക് ഉപയോഗിക്കുന്നത്. ലിബറലിസത്തിന്റെ ഒരു സാംസ്കാരിക വ്യവസ്ഥയെയാണ് മുഖ്യമായി ഞാനിവിടെ ചർച്ചക്കെടുക്കുന്നത്. അത് വളരെ നീതിരഹിതമായ ഒന്നാണ്, പ്രത്യേകിച്ച് ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇസ്ലാമിന്റെ സാമൂഹിക കാര്യങ്ങളുടെ ഏറ്റവും വലിയ അടിത്തറ നീതിയാണ്, ജസ്റ്റിസ്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് തത്വം പറയുന്നതിനേക്കാൾ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ലിബറലിസത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള, ഇനി അതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒക്കെയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള ഉപാധി, ഷർത്ത് 2 എണ്ണമാണ്. ഒന്ന് പ്രായപൂർത്തി എത്തിയിരിക്കണം, മറ്റൊന്ന് രണ്ടാളുടെയും കൺസെന്റ് ഉണ്ടാവണം. ഇസ്ലാമിൽ ഒരു ഷർത്തേ ഉള്ളൂ, അത് നിക്കാഹാണ്. ഇതിൽ 2 ഷർത്തുണ്ട്. പക്ഷെ എന്താ ഫലം? ഒരു ഫലമില്ല. ഒരു ഷർത്തും ഒക്കെ വെക്കുന്നത് എന്തിനാ?
ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനീതിക്ക് ഇരയാകാതിരിക്കാനാണ്, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനാണ്. അങ്ങനെ പ്രായപൂർത്തിയായ രണ്ടാളുകൾ കൺസെന്റോടുകൂടി ബന്ധത്തിലേർപ്പെട്ടു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ ബന്ധത്തിലേർപ്പെട്ടതിലെ സ്ത്രീ പറയാണ്, മറ്റേ ആളൊരു VIP ആയിരുന്നു വെച്ചോടി, അയാൾ എന്നെ അന്ന് ബലം പ്രയോഗിച്ചിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് 2 തരത്തിൽ പറയാം സ്ത്രീകൾ. ഒന്ന് സത്യസന്ധമായിട്ട് പറയാം, മറ്റൊന്ന് അത് വെറുതെ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും സ്വാധീനിച്ചിട്ട് പറയാം. നമുക്കറിയില്ല എങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ട്, തർക്കമാണ്. തർക്കം എങ്ങനെയാണ് പരിഹരിക്കാം, എങ്ങനെയാ അത് അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് പരിശോധിക്കുക? ഒരു ഡോക്യുമെന്റ് ഉണ്ടാവണം. ഇവര് തമ്മിൽ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ഡോക്യുമെന്റ് എന്താ? ഒരു ഡോക്യുമെന്റും ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ സാക്ഷി വേണം. ഇനി സാക്ഷി ഉണ്ടാവില്ല. അപ്പൊ സ്ത്രീ കളവ് പറയുകയാണെങ്കിലും അത് കേൾക്കല്ലാതെ പുരുഷന് അപമാനിതനാകല്ലാതെ വേറൊരു വഴിയില്ല. പുരുഷന്റെ അഭിമാനത്തിന് ഒരു സംരക്ഷണവും നൽകാത്തൊരു സദാചാര വ്യവസ്ഥയാണ്. ഇനി സ്ത്രീക്ക് സംരക്ഷണം നൽകുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒരു വാർത്തയാണ്, വിവാഹ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു. നല്ല കൺസെന്റോടുകൂടി ഏർപ്പെട്ടതായിരിക്കും. അന്നേരം കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടോ. 2 തരത്തിൽ ഇതും സംഭവിക്കാം. ഒന്ന്, അയാൾ ആത്മാർത്ഥമായി തന്നെ അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടോ, ചീറ്റിംഗ്. ലിബറൽ വ്യവസ്ഥ അനുസരിച്ച് ആ ചീറ്റിങ്ങിനെ തടയാനാവില്ല. കാരണം കൺസെന്റ് ഉണ്ടായാൽ മതി. കൺസെന്റ് കള്ളത്തിനപ്പോ കളവ് പറഞ്ഞിട്ട് കൺസെന്റ് ഉണ്ടാക്കാം, കളവ് പറഞ്ഞ് കൺസെന്റ് ഉണ്ടാക്കരുത് എന്നൊരു വ്യവസ്ഥയില്ലല്ലോ. അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഇയാൾ അന്നേരം കരുതിയിട്ടുണ്ടാവും വിവാഹം കഴിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് പിന്നെ പറ്റില്ലെന്ന് തോന്നി. ഇങ്ങനൊരു കേസ് കേരളത്തിൽ ഇന്ത്യയിൽ ബോംബെ ഹൈക്കോടതിയുടെ എടുത്തു വന്നു. പെൺകുട്ടി കേസ് കൊടുത്തതാണ്. അപ്പോ വിവാഹം ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യത്തിൽ ഏർപ്പെട്ടു. പിന്നീട് ഇയാൾ പിന്മാറി. കോടതി ഇയാളെ വിചാരണ ചെയ്തു. ഇയാൾ പറഞ്ഞു ഞാൻ ആത്മാർത്ഥത തന്നെ പറഞ്ഞാണ്, പക്ഷെ പിന്നെ എനിക്ക് പറ്റില്ലാന്ന് തോന്നി. കോടതി പറഞ്ഞു ഇയാളെ നിർബന്ധിക്കാൻ പറ്റില്ല, ഒരാളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ സ്ത്രീയും ഇരയാകുന്ന ഒരു സദാചാര വ്യവസ്ഥയാണ് അത്. ഇസ്ലാമില് ഒരു പ്രശ്നമില്ല, 2 കൂട്ടരും ആരും ഇരയാവില്ല. കാരണം അതിന്റെ ഷർത്ത് നിക്കാഹാണ്. അത് എല്ലാവരുടെയും അവകാശങ്ങൾ, ആണിന്റെയും പെണ്ണിന്റെയും വിവാഹ ജീവിതത്തിലെ അവകാശം. ഇനി വിവാഹം പൊട്ടുകയാണെങ്കിൽ, തകരുകയാണെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ, അതിൽ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അവകാശം എല്ലാം കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ട്രാൻസ്പെറന്റ് ആണ്. ആദ്യമേ അതിൽ ഏർപ്പെടുന്നവർക്ക് അത് അറിയാം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. ആരും വഞ്ചിക്കപ്പെടുകയില്ല. അപ്പൊ ഇത് ഒട്ടും നീതിപൂർവകമായ ഒരു വ്യവസ്ഥ അല്ല. മറ്റൊന്ന്, മുതലാളിത്തത്തിന്റെ സാമ്പത്തിക ക്രമം അഥവാ മുതലാളിത്തം, അതിന്റെ വികസന രീതിയാണ് ലോകത്ത് വമ്പിച്ച പാരിസ്ഥിതിക തകർച്ച സൃഷ്ടിച്ചത്. അത് ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മുതലാളിത്ത രാഷ്ട്രങ്ങൾ തന്നെ പാരിസ്ഥിതിക തകർച്ച, ക്ലൈമറ്റ് ചേഞ്ച്, അതിനെക്കുറിച്ച് ഉച്ചകോടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലടക്കം റിട്ടേൺ ടു നാച്ചർ, വളരെ ഭീകരമായി തീവ്രമായി പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ അന്നെങ്ങനെയാണ് വികസനം, പുരോഗതി, ഈ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പ്രകൃതിക്കെതിരായ ഒരു നാഗരിക രീതി കെട്ടിപ്പടുത്തത്. അതിന്റെ ഫലമാണ് ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്നത്. ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം, സമത്വം മുതലായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സദാചാരപരമായ മലിനീകരണം നടത്തുന്നത് മുതലാളിത്തം. അത് വമ്പിച്ച കുടുംബ തകർച്ചയിലേക്കും വ്യക്തികളുടെ എല്ലാ തരത്തിലുമുള്ള തകർച്ചയിലേക്കും അതുകൊണ്ട് എത്തിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് അത് തിരിച്ചറിയും. ഇന്ന് പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്നത് പോലെ അന്ന് ഈ സദാചാര കുടുംബ സംരക്ഷണ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ നടത്തും. പക്ഷെ അപ്പോഴേക്ക് മനുഷ്യൻ കൊടുക്കേണ്ട വിലയെല്ലാം കൊടുത്തുപോയിട്ടുണ്ടാകും എന്ന് മാത്രം. മറ്റൊന്ന്, ഈ ലിബറലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതെപ്പോഴും സംസാരിക്കുക ദുർബലരുടെ പേരിലാണ്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, അടിച്ചമർത്തപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ശക്തന്റെ ആശയമാണ്. ശക്തന്റെ താല്പര്യത്തെയാണ് ഇത് സംരക്ഷിക്കുന്നത്. ഇതുണ്ടായാൽ അതിന്റെ ബെനിഫിഷ്യർ ആരാണെന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ ഏറ്റവും ശക്തർ, ശാരീരികമായും ഒക്കെ ശക്തരായ ആളുകളാണ്. ഇത് ചരിത്രത്തിൽ എക്കാലത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ ഫിറൗനായാലും നമ്രൂദായാലും അബൂജഹലായാലും എല്ലാ പ്രവാചകന്മാരുടെ എതിരാളികളായാലും അവരൊക്കെ ആ സമൂഹത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് ആരുടെ താല്പര്യമായിരുന്നു? അന്നാട്ടിലെ സമ്പന്നന്റെ,
അധികാരമുള്ളവന്റെ, കൈക്കരുത്തുള്ളവന്റെ, ആൾഫലമുള്ളവന്റെ, സമ്പത്തുള്ളവന്റെ, ശക്തിയുള്ളവന്റെ താല്പര്യം. പക്ഷെ അവരെന്താ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ദൈവങ്ങളുടെ അരുളപ്പാടും താല്പര്യവും, ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് നമ്മുടെ മതം, അല്ലെ? മറുഭാഗത്ത് പ്രവാചകന്മാർ എപ്പോഴും പ്രതിനിധീകരിച്ചത് യഥാർത്ഥ ജനങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ഒരിക്കലും അത് ഏകദൈവത്തിന്റെ അരുളപ്പാടാണ്, യഥാർത്ഥ ജനങ്ങളുടെ താല്പര്യവുമാണ്, എല്ലാ മർജിതരുടെയും താല്പര്യമാണ്. പക്ഷെ മറ്റവരിത് ഞങ്ങളുടെ താല്പര്യം ഒരിക്കലും പറയില്ല, അത് ദൈവത്തിന്റെ താല്പര്യമാണ്, പാരമ്പര്യമാണ് എന്നാണ് പറയാം. ആധുനിക കാലത്ത് ഈ തട്ടിപ്പ് ആവർത്തിക്കുകയാണ്. ഇവിടെ ദൈവവും മതവും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇസ്ലാമിന് പുറത്തുള്ള ഒരു സമൂഹത്തിൽ വിലപ്പോവില്ല, അതിന് ലോകത്ത് ഇപ്പൊ മാർക്കറ്റില്ല. പുതിയ മതം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ പറഞ്ഞിട്ട് എന്ത് നടത്തുകയാണ്? ശക്തന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇപ്പോ കൺസെന്റോടുകൂടി ആണിനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതൊരു ഭയങ്കര പുതിയ ആശയമാണ്, സ്വാതന്ത്ര്യമാണ്. പ്രത്യേകിച്ച് പെണ്ണിനെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, മതത്തിന്റെയും സദാചാരത്തിന്റെയും സർവ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കുന്നു. നല്ല രസം. ഇതിന്റെ നട്ടാർക്കാം രണ്ട് രീതിയിലാണ് സംഭവിക്കുക. ഒന്നുകിൽ അത്തരം ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇപ്പൊ നമ്മള് അങ്ങനെ ഏർപ്പെടുന്നവർ സ്ത്രീകൾ ഗർഭം ധരിക്കാതിരിക്കാനുള്ള വഴി തെരഞ്ഞെടുക്കുന്നു. എല്ലാ ആളുകളും അങ്ങനെ തെരഞ്ഞെടുത്താൽ മനുഷ്യരാശി അതോടെ അവസാനിക്കും. ഇനി അതല്ല, ഗർഭധാരണം നടക്കുന്നുവെങ്കിൽ നടക്കാം എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. അതിന്റെ എല്ലാ ചുമതലകളും ഭാരങ്ങളും ആരൊറ്റക്ക് പേറണം? സ്ത്രീ മാത്രം. പുരുഷന് നല്ല സൗകര്യം, ഒരു ഉത്തരവാദിത്വം ഇല്ല, അല്ലേ? അമേരിക്കയിൽ നടന്നൊരു പഠനമുണ്ട്, സിംഗിൾ പാരന്റിങ് എന്നൊരു, പ്രത്യേകിച്ച് ഇത്തരം രാജ്യങ്ങളിലെ ഒരു പ്രതിഭാസമാണ്. ഒരു രക്ഷിതാവ് ഒറ്റക്ക് കുട്ടിയെ വളർത്തുക. അങ്ങനെയുള്ള സിംഗിൾ പാരന്റിങ് നടത്തുന്നവരിൽ 8-ൽ 7 സ്ത്രീകളാണ്, 8-ൽ 1 മാത്രമാണ് പുരുഷന്മാർ. ആർക്ക് ലാഭം? സ്ത്രീകൾ ബ്രസ്റ്റ് തുറന്നിട്ടിട്ട് പൊതുസ്ഥലത്ത് പാർക്കിലൊക്കെ ഇരിക്കുക, നടക്കുക. ഇത് വലിയൊരു പുരുഷ മേധാവിത്വത്തിനെതിരായ വലിയൊരു സമരമാണ് എന്ന് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ലിബറലിസത്തിന് തന്നെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ബെനിഫിഷ്യർ ആരാണ്? അല്ലെങ്കിൽ സ്ത്രീകൾ മര്യാദക്ക് വസ്ത്രം ധരിക്കാതിരിക്കുക, ഇതിന്റെ ബെനിഫിഷ്യർസ് ആരാണ്? ഒക്കെ പുരുഷന്മാരാണ്. അപ്പൊ ഇത് ശക്തന്റെ താല്പര്യമാണ്. യഥാർത്ഥത്തിൽ കുടുംബഘടന, കുടുംബമായിട്ടാണല്ലോ ഇതിന്റെ ഒരു യുദ്ധമുഖം, കുടുംബമാണ്. അപ്പോ കുടുംബം ഭയങ്കര പാട്രിയാർക്കിക്കാണ്, അടിച്ചമർത്തലാണ്. ശരിയാണ്, കുടുംബത്തിന് ഒരുപാട് പരിമിതികൾ, നിലവിലുള്ള കുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് പരിഹാരം ഇസ്ലാം പറയുന്ന യഥാർത്ഥ കുടുംബ വ്യവസ്ഥയിലേക്ക് മടങ്ങുക എന്നതാണ്. അപ്പോ കുടുംബം ഇല്ലാതാവും. കുടുംബം ഇല്ലാതായാൽ ആർക്കാ നഷ്ടം? നഷ്ടത്തിൽ ഏറ്റവും ലാഭം ആർക്കാണ്? ആരോഗ്യവും സാമാന്യവും സമ്പത്തൊക്കെ ഉള്ള പുരുഷന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ആരോഗ്യവും ഉള്ള കാലത്ത്, സമ്പത്തും ശാരീരിക ശേഷിയൊക്കെ ഉള്ള കാലത്ത് സ്ത്രീക്കും നഷ്ടമില്ലായ്മയിൽ സെക്കൻഡ് പ്രൈസ് ഗോസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ സ്ത്രീകൾ പുരുഷനെ അപേക്ഷിച്ച് അവർക്ക് നഷ്ടമുണ്ടാവും. അതേസമയം കുടുംബം അനിവാര്യമായ വേറെ കൂട്ടരുണ്ട്. ആരാണ്? ബാക്കി എല്ലാ ദുർബലരും. കുഞ്ഞുങ്ങൾക്ക് കുടുംബം വേണം, അല്ലെ? ഏറ്റവും ദൈർഘ്യമുള്ള ശൈശവമുള്ള ജീവിയാണ് മനുഷ്യൻ. അതിന്റെ ശാരീരിക വളർച്ചയ്ക്ക് മാത്രമല്ല, മാനസികമായ വളർച്ചയ്ക്ക് കുടുംബം വേണം. ഇന്ന് കുടുംബം തകർന്ന പടിഞ്ഞാറൻ നാടുകളിൽ സംഭവിക്കുന്നത് എന്താ? അവിടുത്തെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ എല്ലാം അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും അല്ല, ഇന്ത്യക്കാര്, മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിലുള്ളവർ, മര്യാദക്ക് കുടുംബ വ്യവസ്ഥയുള്ള നാടുകളിലുള്ളവരാണ് ആ രാജ്യങ്ങളിലെ ഹയർ പോസ്റ്റുകളൊക്കെ വഹിക്കുന്നത്. എന്താ കാരണം? കാരണം വേഗം മനസ്സിലാവും. രണ്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒബാമ അമേരിക്കയിലെ സ്റ്റുഡൻസിനെ അഭിമുഖീകരിച്ച്, സ്കൂൾ സ്റ്റുഡൻസിനെ അഭിമുഖീകരിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്തമെറ്റിക്സ് പഠിക്കുന്നതിൽ ഇന്ത്യക്കാരെ മാതൃകയാക്കണം. ബ്രിട്ടനിലെ സ്കൂൾ മാത്തമെറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രസ്താവനയുണ്ട്. ബ്രിട്ടനിലെ കുട്ടികളുടെ ഗണിതാധ്യയനം ശരിയാകണമെങ്കിൽ ബ്രിട്ടനിൽ കുടുംബ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം. ഗണിത അധ്യയനവും കുടുംബ വ്യവസ്ഥയും തമ്മിൽ എന്താ ബന്ധം? ഗണിതം എന്ന്, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തും ഭൂരിഭാഗം കുട്ടികൾക്കും പ്രയാസമുള്ള ഒരു വിഷയമായിരിക്കും.
ജനിതകപരമായി തന്നെ അതിൽ എളുപ്പമുള്ള കുറച്ച് പേരുണ്ടാവും, അത് ന്യൂനപക്ഷമായിരിക്കും. ഭൂരിപക്ഷത്തിന് പ്രയാസമായിരിക്കും. പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ കുടുംബത്തിന്റെ കൂടി ഒരു സപ്പോർട്ട് വേണം. അത് വീട്ടിൽ രക്ഷിതാക്കളെ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു കുടുംബാന്തരീക്ഷം കൂടി ഉണ്ടാകുമ്പോഴാണ് പഠിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്തരം നാടുകളിൽ സംഭവിക്കുന്നത്? കുട്ടികൾ ഒരു കൗമാരപ്രായം എത്തുമ്പോഴേക്ക് കഞ്ചാവിനും ചരസിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാവുന്നു. അവര് അപകടകരമായ സെക്സുകളിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്നു. അപ്പോ കുട്ടികൾക്ക് അവരുടെ ശാരീരിക വളർച്ചക്കും ബുദ്ധിപരമായ വളർച്ചക്കും എല്ലാം ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനാകാൻ അവർക്ക് കുടുംബ വ്യവസ്ഥ വേണം. ഇനി ഫിസിക്കലി മെന്റലി ചലഞ്ചഡ് ആയ ആളുകൾക്ക് വേണം, രോഗികൾക്ക് വേണം. അല്ലെ, നമ്മുടെയൊക്കെ വീടുകളിൽ സമൂഹം ഭ്രാന്തന്മാരെന്നോ പൊട്ടന്മാരെന്നോ ഒക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവര് കുടുംബത്തില് ഭ്രാന്തനും പൊട്ടനൊന്നുമല്ല. നമുക്ക് ഏട്ടനും മുക്കാക്കയും അമ്മാവനും എളാപ്പയും മുത്താപ്പയും അങ്ങനെ അങ്ങനെ പലതുമാണ്. അവർക്ക് കുടുംബത്തിൽ വിലയുണ്ട്. അവരുടെ പല ക്വാളിറ്റികളും കുടുംബത്തിന് അറിയാമായിരിക്കും. അല്ലെ, അറബിയിലൊരു ചൊല്ലുണ്ട്, ഒരു ഭ്രാന്തൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു ഗോത്രം പൂർത്തിയാവുക എന്ന്. ഇനി പ്രായമുള്ളവർ, വൃദ്ധ, CPM പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താ? 75 വയസ്സ് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റി വെച്ച് ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുതെന്നാണ്. ന്യായമായ തീരുമാനമാണ്. കാരണം എന്താ? ശാസിക്കുന്ന 75 വയസ്സ് കഴിഞ്ഞവർ എന്നോട് ക്ഷമിക്കുക, പ്രൊഡക്ഷൻ കുറവായിരിക്കും. പ്രൊഡക്ഷൻ കുറവായവർക്ക് സമൂഹത്തിന് എന്താ അവർക്കൊണ്ട് ആവശ്യമില്ല. അതേസമയം കുടുംബഘടനയിൽ ഇവർ വളരെ പ്രാധാന്യമുള്ളവരാണ്. അത് വീഞ്ഞു മാതിരിയാണ്. കുടുംബഘടനയിൽ ആൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രാധാന്യവും വീര്യവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് കുടുംബഘടനയിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ ദുർബലരെയും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബം തകരാന്നുള്ള ആരുടെ ആവശ്യമാണ്? ശക്തന്റെ ആവശ്യമാണ്. അപ്പൊ ഈ സ്ത്രീ വിമോചനം, ലിബറലിസം എന്നൊക്കെ പറയുന്നത് പുരുഷന്റെ താല്പര്യം സ്ത്രീവേഷം കെട്ടി വന്നതാണ്. അതിന്റെ അർത്ഥം സ്ത്രീക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഉണ്ടായി വരേണ്ടതില്ല എന്നല്ല. തീർച്ചയായും അതിൽ ഒരുപാട് അനീതികൾ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. സ്ത്രീ ഒരുപാട് കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു കാലം വരും സനഅയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാവുന്ന ഒരു കാലം വരും. ലഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന കാലം വരും. ഇതൊക്കെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ അത് ശരിയായ സ്വാതന്ത്ര്യമാണ്. ഒറ്റ കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കാൻ, ലിബറലിസത്തിന്റെ മൗലിക ദൗർബല്യം, പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ സമത്വം ഉണ്ടാക്കാനാണ് അത് ശ്രമിക്കുന്നത്. ലോകത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് സമത്വമല്ല, നീതിയാണ്. എല്ലാ കാര്യത്തിലും നീതി ഉണ്ടാക്കാൻ സമത്വമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ സമത്വം ഉണ്ടാക്കണം. സമത്വം ഉണ്ടാക്കിയാൽ നീതിയല്ല ഉണ്ടാവുക, അനീതിയാണെങ്കിൽ സമത്വം ഉണ്ടാക്കരുത്. എന്ത് കഷ്ടപ്പാട് സഹിച്ചാലില്ല, പെണ്ണുങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് ലഭിക്കുന്ന എന്ത് അവകാശങ്ങൾ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, സമത്വം ഉണ്ടാവും. ഇതാണ് ഈ ജനറൽ ന്യൂട്രൽ യൂണിഫോം വാദത്തിന്റെ ഒക്കെ അടിസ്ഥാനം. പ്രയാസാണ്, എന്നാലും സമത്വം എന്ന് പറയുന്ന മഹത്തായ ആശയം ഉണ്ടാവേണ്ടിയില്ല, നീതിയാണ് ഉണ്ടാവേണ്ടത്. സമത്വം എപ്പോഴും നീതി ആയിക്കൊള്ളണമെന്നില്ല. സംവരണത്തെ കുറിച്ച് ഷമീം സാഹിബ് പറഞ്ഞു, സംവരണം സമത്വമല്ല, സമത്വം ഇല്ലായ്മയാണ്. എന്നല്ല, ഇന്ത്യയിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ ആ മൂവ്മെന്റുകളുടെ പേര് സോഷ്യൽ ഈക്വാലിറ്റി മൂവ്മെന്റ് എന്നാണ്. സംവരണ വിരുദ്ധർ എക്കാലത്തും പറയല് സമത്വം തരണം, എല്ലാ സീറ്റും ഓപ്പൺ മെറിറ്റിൽ വന്ന് എല്ലാവർക്കും മത്സരിക്കാൻ പറ്റണം, സമത്വമാണ്, നീതിയല്ല. ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും. ബസ്സിലെ സീറ്റൊക്കെ ജനറൽ ന്യൂട്രൽ ആക്കുക, ഒരു ജനറലും ഇല്ല. സ്ത്രീകൾക്ക് ഇപ്പം റിസർവേഷൻ സീറ്റ് ഉണ്ട്, അപ്പൊ ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള ബസ്സാണ്, ഇടിച്ചു കയറുകയാണ്, ആർക്കാ സീറ്റ് കിട്ടുക? ആണുങ്ങൾക്ക് മാത്രം സീറ്റ് കിട്ടും. ഇനി പെണ്ണുങ്ങൾക്കിടയിൽ സംവരണമുണ്ട്, അമ്മയും കുഞ്ഞിനും സീറ്റ് ഉണ്ട്, പെണ്ണുങ്ങൾ ഇടിച്ചു കയറാണ് എങ്കിൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടുകയാണെന്ന് നോക്കുക, ആർക്കാ സീറ്റ് കിട്ടുക? കൈക്കുഞ്ഞുള്ള പെണ്ണുങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. അപ്പൊ എവിടെയും സമത്വമല്ല നടപ്പാക്കേണ്ടത്. സമത്വം നടപ്പാക്കേണ്ട സ്ഥലം ഉണ്ടാവും, അവിടെ സമത്വം നടപ്പിലാക്കണം. അടിസ്ഥാന ലക്ഷ്യം നീതിയാണ്. നീതി നടപ്പിലാക്കാൻ സമത്വം നടപ്പിലാക്കേണ്ടതുണ്ടെങ്കിൽ സമത്വം നടപ്പിലാക്കണം. അതേസമയം ആണും പെണ്ണും വ്യത്യസ്ത ഐഡന്റിറ്റിയാണ്. നീതി എന്ന് പറയുന്നത് ഓരോന്നിനോടും നീതി പുലർത്തലാണ്. പെണ്ണെന്ന് പറയുന്ന അസ്തിത്വത്തോട് നീതി പുലർത്തണം. അത് അവരും പുലർത്തണം, സമൂഹവും പുലർത്തണം. സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം പുലർത്തണം.
ആണെന്ന് പറയുന്ന അസ്തിത്വത്തോട് നീതി പുലർത്തണം. ഓരോരുത്തരുടെയും പലതരം വ്യത്യസ്തതകളും വ്യതിരക്തതകളും ഉണ്ട്. അതിനോടെല്ലാം നീതി പുലർത്തുക എന്നതാണ് നീതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന വസ്ത്രം.